ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നേമം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം. ഒരു പ്രാവശ്യം ബി.ജെ.പി താമര വിരിയിച്ച നേമം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ താമരയുടെ തണ്ട് ശിവൻകുട്ടി ഒടിച്ചു കളഞ്ഞ നേമം. ഇത്തവണ രാജീവ് ചന്ദ്രശേഖറാണ് നേമത്ത് സ്ഥാനാർത്ഥി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേമം മണ്ഡലം നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ശുഭാപ്തി വിശ്വാസത്തിലാണ്. രാജീവ് ചന്ദ്രശേഖർ മികച്ച മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്, തന്ത്രജ്ഞനാണ്. അണികളെ ഒരേ ചരടിൽ കോർത്ത് പ്രവർത്തിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നുമുണ്ട്. നേമം ബി.ജെ.പിയുടെ ശക്തിദുർഗമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ എതിർക്കാൻ CPM പല സ്ഥാനാർത്ഥികളെ തേടി. TN സീമയെ ആദ്യം നോക്കി, M വിജയകുമാറിനെ രണ്ടാമത് നോക്കി, മൂന്നാമത് CPMൻ്റെ നറുക്ക് വീണത് ആര്യ രാജേന്ദ്രനാകുമെന്ന് കരുതി. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ മേയറാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. പക്ഷേ ആര്യ രാജേന്ദ്രൻ നേമത്ത് ഓടില്ല എന്ന് CPM മനസ്സിലാക്കി. രാജീവ് ചന്ദ്രശേഖർ തളയ്ക്കണമെങ്കിൽ സാക്ഷാൽ ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളെ ചൊല്ലി ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിന് വീണ്ടും മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ CPM ശിവൻകുട്ടിയെ തന്നെ മത്സരിക്കാൻ വീണ്ടും വിടുകയാണ്. ശിവൻകുട്ടിക്ക് നേമം മലകം പോലെയുള്ള, അതായത് കൈക്കകത്ത് നെല്ലിക്ക പോലുള്ള മണ്ഡലമാണ്. ശിവൻകുട്ടി നേമത്ത് സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പല വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കർക്കശവും ബുദ്ധിപൂർവവും ഉള്ളതായിരുന്നു. മാത്രമല്ല, ആരെയും കൂസാത്ത പ്രകൃതം, ഒരു വർഗീയ ശക്തിക്ക് മുമ്പിലും മുട്ടുവഴങ്ങാത്ത പ്രകൃതം, ഇതൊക്കെയാണ് ശിവൻകുട്ടിയുടെ പ്രത്യേകത. ശിവൻകുട്ടി നേമത്ത് മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ശിവൻകുട്ടി മാറിക്കഴിഞ്ഞാൽ നേമം മണ്ഡലം കൈവിട്ടു പോകും എന്ന ചിന്ത CPMനുണ്ട്, എന്ന ഭയം CPMനുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. നേമത്ത് ശിവൻകുട്ടിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് പാടുപെടേണ്ടി വരും. അതേസമയം കോൺഗ്രസിന് വേണ്ടി നേമത്ത് മത്സരിക്കുന്നത് നേമം ഷജീറാണെന്ന അനൗദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ നേമം ഷജീറിനെതിരെ ഇപ്പോൾ പാർട്ടി കലിപ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിലെത്താൻ സഹായിച്ചത് നേമം ഷജീറാണ്. ഷാഫിയുടെ വലങ്കയ്യായ നേമം ഷജീറിന് മേൽ ഇപ്പോൾ സുഡാപ്പി ബന്ധമൊക്കെ ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആരോപിക്കുന്നത്, മറ്റാരുമല്ല. എന്തായാലും നേമം ഷജീറിന് ഈ സാഹചര്യത്തിൽ സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നേരത്തെ അനൗദ്യോഗികമായി നേമം ഷജീറിനെ നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും നേടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് നേമത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. അതിന് തക്ക സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു നേമം ഷജീർ. പക്ഷേ ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചത് വഴി പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തനായി മാറിയിരിക്കുകയാണ്, അയോഗ്യനായി മാറിയിരിക്കുകയാണ്. ഷജീറിനെ പുറത്താക്കണം എന്ന വാശി തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഷാഫിയുടെ പിന്തുണ ഷജീറിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്നൊന്നും പുറത്താക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചതിന് ശേഷം വ്യക്തിപരമായി ഷജീറിനെ കടന്നാക്രമിക്കുന്ന പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടു. രാഹുൽ വിരുദ്ധ ചേരിയുടെ രാഹുൽ വിരുദ്ധ ചേരിക്കാരാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഷജീറിനെ അപമാനിച്ചത്. ഷജീർ പോക്സോ കേസിൽ പ്രതിയാണെന്നും മറ്റും പറഞ്ഞ് ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും മറ്റും പറഞ്ഞാണ് അധിക്ഷേപിച്ചത് ഷജീറിനെ. ഏതായാലും ഇനിയിപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി ഷജീർ വരാനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. CPMന് വേണ്ടി ശിവൻകുട്ടി കളത്തിൽ ഇറങ്ങണം എന്ന് തന്നെയാണ് CPMൻ്റെ ആവശ്യം. പാർട്ടിയുടെ ആവശ്യം ഒരിക്കലും ശിവൻകുട്ടി തള്ളിക്കളയില്ല. അദ്ദേഹം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആര്യ രാജേന്ദ്രൻ മത്സരിച്ചാൽ ഒരിക്കലും രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഒരു മണ്ഡലം നഷ്ടപ്പെടുമെന്നും CPM തിരിച്ചറിഞ്ഞത് നല്ലത്. കാരണം ആര്യ രാജേന്ദ്രൻ തൊടുന്നതെല്ലാം അബദ്ധമാണ്. 2-3 ദിവസം മുമ്പ് ഇംഗ്ലണ്ടിൽ പോയി ഒരു അവാർഡ് വാങ്ങിച്ചത് അത് വീണ്ടും വിവാദമായി മാറി. ഒരു കടലാസ സംഘടനയുടെ അവാർഡാണ് ആര്യ രാജേന്ദ്രൻ ഇംഗ്ലണ്ടിൽ പോയി
വാങ്ങിയത്. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ കടലാസ് സംഘടനയുടെ ഡീറ്റെയിൽസ് വന്നു. അതൊരു BJP അനുഭാവമുള്ള സംഘടനയാണ്. അവിടെയും പോയി അതിന് അവാർഡ് വാങ്ങിയത് വാര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തനവും അപമാനകരവുമായി മാറി. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ കൊണ്ടുള്ള പത്രങ്ങളിലെല്ലാം കൊടുത്തു. വീണ്ടും വാര്യ രാജേന്ദ്രൻ സ്വയം എക്സ്പോസ് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ആര്യയുടെ കുട്ടിക്കളിക്കെന്നും നിയമം കിട്ടില്ലെന്നും കരുത്തനായ ശിവൻകുട്ടി തന്നെ വേണമെന്നും CPM പറയുന്നതും ശിവൻകുട്ടി മത്സരിക്കാൻ ഇറങ്ങുന്നതും.